നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിദ്യാഭ്യാസ ബന്ധമൊക്കെയാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പം കുട്ടികളുടെ ഒരു നിർബന്ധം, ആറ്റിൽ വരെ ഒന്ന് പോകണം, കാണണം, കുളിക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പം എന്തായാലും നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടെ അച്ചൻകോവിലാറ് ഒഴുകുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് 6 വരെ പോകുന്ന വഴികളും കാര്യങ്ങളുമൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പണ്ടൊക്കെ എല്ലാവരും അച്ചൻകോവിലാറ്റിലായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം പോകാനുള്ള വഴിയില്ല, കുളിക്കാനുള്ള സ്ഥലമില്ല. അച്ചൻകോവിലാറ്റിൽ ഇപ്പോൾ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളം പലയിടത്തും കുറവാണെങ്കിലും ചിലയിടങ്ങളിൽ ഭയങ്കര വെള്ളമാണ്, വളരെ ആഴമാണ്, വെള്ളം കെട്ടി നിർത്തിക്കൊണ്ട്. എന്തായാലും നമുക്ക് അവിടോട്ട് പോയി ഒന്ന് കാണാം. ഓക്കെ, വരും. ഇന്ന് അവധിയായതിനാൽ ഞാനും പാറുക്കുട്ടിയും കൂടി അച്ചൻകോവിലാറ്റിൽ കുളിക്കാൻ പോകുകയാണ്. ഈ കാണുന്ന തോട്ടിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് പോകണം. മഴക്കാലത്ത് നല്ല വെള്ളമൊഴുക്കുള്ള ഒരു തോടാണിത്. പണ്ടുകാലത്ത് എല്ലാവരും രാവിലെയും വൈകിട്ടും കുളിക്കാൻ ആറ്റിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വഴിയാണിത്. പിന്നീട് ചില വ്യക്തികൾ അവരുടെ സ്ഥലത്തുകൂടിയുള്ള വഴികൾ അടച്ചുപൂട്ടി. അതോടെ എല്ലാവരുടെയും ആറ്റിലെ കുളി ക്രമേണ ഇല്ലാതായി. ഇപ്പോൾ ഞാനും വർഷങ്ങൾക്ക് ശേഷമാണ് ആറ്റിൽ കുളിക്കാൻ പോകുന്നത്. ഇപ്പോൾ അച്ചൻകോവിലാറ്റിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ചിലയിടങ്ങളിൽ ആഴം വളരെ കൂടുതലാണ്. ഞാൻ കുളിക്കാനിറങ്ങുന്ന ഈ സ്ഥലത്തും നിലയില്ലാത്ത വെള്ളമാണ് ഉള്ളത്. കുട്ടിക്കാലം മുതലേ ഈ ആറ്റിൽ കളിച്ചു വളർന്നവനായതുകൊണ്ട് ഇപ്പോഴും നീന്തൽ മറന്നിട്ടില്ല.
അപ്പോൾ അച്ചൻകോവിലാറ്റിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കയറി വരികയാണ്. അപ്പോൾ അച്ചൻകോവിലാറും അച്ചൻകോവിലാറ്റിലേക്ക് പോകുന്ന വഴിയും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.